ചേർത്തു നിർത്തിയ എഴുത്തുകാരനായിരുന്നു ലോഹിതദാസ്. പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ. 2009 ജൂൺ 28 സംഭവിച്ച ഹൃദയാഘാതം ലോഹിതദാസിനൊപ്പം ഒരുപാട് കഥകളെയും എങ്ങോ കൊണ്ടുപോയി. പറയാൻ എത്രയേറെ കഥകൾ ബാക്കി വെച്ചാകും മലയാളികളുടെ പ്രിയപ്പെട്ട ലോഹി പറന്നകന്നിട്ടുണ്ടാവുക. തിരക്കഥ, സംവിധാനം AK ലോഹിതദാസ്. ഇങ്ങനെയൊരു പേര് തിയേറ്റർ സ്ക്രീനിൽ നിന്നും മറഞ്ഞിട്ട് ഇന്നേക്ക് 16 വർഷങ്ങളായിരിക്കുന്നു. കഥ പറയാൻ ലോഹിയില്ലാതിരുന്ന 16 വർഷങ്ങൾ. വേറിട്ട പ്രമേയങ്ങൾ കൊണ്ടും പ്രേക്ഷക ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന കഥാപരിസരങ്ങൾ കൊണ്ടും മലയാള സിനിമയെ ലോഹിതദാസ് സമ്പന്നമാക്കി. MTക്കും പത്മരാജനും ഭരതനും ശേഷം മലയാള സിനിമയ്ക്ക് ശക്തമായ തിരക്കഥകൾ സംഭാവന ചെയ്ത എഴുത്തുകാരനാണ് ലോഹിതദാസ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. തനിയാവർത്തനത്തിലൂടെയായിരുന്നു ലോഹിതദാസിന്റെ എൻട്രി. ജീവിതഗന്ധിയായ ഒട്ടനവധി സിനിമകൾ ഒരുക്കിയ സിബി മലയിലിന്റെ സംവിധാന കുപ്പായത്തിലുള്ള ആദ്യ ചിത്രവും ഇതുതന്നെ. 1987 റിലീസ് ചെയ്ത തനിയാവർത്തനം മലയാളികളെ ഇന്നും വേട്ടയാടുന്ന ചലച്ചിത്രമാണ്. തന്റെ ആദ്യ തിരക്കഥയിലൂടെ തന്നെ മലയാള ചലച്ചിത്ര ലോകത്ത് പുതിയൊരു ദൃശ്യാനുഭവം സമ്മാനിക്കാൻ ലോഹിക്കായി. പാരമ്പര്യമായി ലഭിച്ച ഭ്രാന്തിന്റെ അടിയൊഴുക്കിൽ നിലയില്ലാതെ പിടയുന്ന ബാലൻ മാഷിനെ കണ്ട് മലയാളികൾ കരഞ്ഞു. ലോഹിതദാസിന്റെയും സിബി മലയിലിന്റെയും ഉൾച്ചേരലിൽ പിറന്ന തനിയാവർത്തനം മലയാളത്തിലെ കൾട്ട് സ്റ്റാറ്റസ് പദവിയുള്ള സിനിമയാണ്. ഗ്രാമദേശങ്ങളിലെ അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥിതിക ചിന്തകളും മാനസിക രോഗങ്ങളോടും രോഗികളോടുമുള്ള മനോഭാവവുമെല്ലാം തനിയാവർത്തനം പ്രമേയമാക്കുന്നുണ്ട്. ആത്മസംഘർഷത്തിന്റെ തീരാനോവ് പേറാൻ കഴിയാഞ്ഞിട്ട് തന്നെയാവണം മികച്ച കലാസൃഷ്ടിയായിരുന്നിട്ടും പലരും തനിയാവർത്തനം കാണാൻ മടിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ അക്ഷരങ്ങളിലൂടെ അടർത്തിയിട്ട ലോഹി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് 47 തിരക്കഥകളാണ്. 20 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 12 ചലച്ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു. ഗാനരചയിതാവ്, നിർമ്മാതാവ്, നാടകകൃത്ത്, ചെറുകഥാകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ലോഹി തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. 1997 ഭൂതക്കണ്ണാടിയായിരുന്നു ലോഹിയുടെ സംവിധാനത്തിലെത്തിയ ആദ്യ ചിത്രം. സിബി മലയിലിനൊപ്പം വിചാരണ, ദശരഥം, കിരീടം, ചെങ്കോൽ, ധനം, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള, മാലയോഗം, കമലദളം, വളയം തുടങ്ങിയ സിനിമകൾ. സംവിധായകനായി കാരുണ്യം, കന്മദം, സൂത്രധാരൻ, അരയന്നങ്ങളുടെ വീട്, ജോക്കർ, കസ്തൂരിമാൻ, ചക്കരമുത്ത്, നിവേദ്യം തുടങ്ങിയ 11ഓളം സിനിമകൾ. കഥകളുടെ തമ്പുരാനായ ലോഹിക്ക് മരണമില്ല. തന്റെ രചനകളിലൂടെ, സിനിമകളിലൂടെ അദ്ദേഹം ഇവിടെ തന്നെ തുടരും.